ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറുകളും പൊട്ടിയ ഈ ഒരു പ്ലാസ്റ്റിക് പാത്രവും വെച്ച് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. ഇതിന്റെ പൊട്ടിയ ഭാഗം നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ സെല്ലോ ടാപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ സെല്ലോ ടാപ്പ് പൊട്ടിയ ഭാഗത്ത് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ പഴയൊരു ടേബിൾ മാറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് വീതി കുറഞ്ഞൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ സ്കെയിൽ വെച്ച് വരച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഫെവി ബോണ്ട് വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് പീസ് ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിന് പെയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ബ്ലൂ കളർ പെയിന്റും ഗ്രീൻ കളർ പെയിന്റുമാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലൂ കളർ പെയിന്റ് കൊടുത്തെടുത്ത ഭാഗങ്ങളിൽ നമ്മൾ വൈറ്റ് കളർ പെയിന്റ് വെച്ച് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ വൈറ്റ് പെയിന്റ് വെച്ച് അതിൽ മുഴുവനായും ഡോട്ടുകൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള പൂക്കൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുള്ളത്. അതിന്റെ അടിവശവും മുകൾ വശവും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളത് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമ്മൾ 2 പൂക്കളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്ലവർ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നൂലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെയാണ് ഫ്ലവർ ചെയ്തെടുക്കേണ്ടത്. പ്ലാസ്റ്റിക് കവറിന്റെ 4 ലെയറുകളാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മൾ അവിടെ നൂല് വെച്ച് ടൈറ്റാക്കി ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. പ്ലാസ്റ്റിക് കവർ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണിത്. ഇതുപോലെ മുഴുവനായി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതിന്റെ ഓരോ ലെയറുകളും ഒന്ന് വിടർത്തി കൊടുക്കാം. അതെല്ലാം വിടർത്തിയെടുക്കുമ്പോൾ നമുക്കിതൊരു ഫ്ലവർ ആയി കിട്ടും. ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ വേറെയും കുറച്ച് പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ വെച്ച് ഇലകളും ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് ചുരുക്കി എടുക്കുകയാണ്. അതിനുശേഷം നമ്മളത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. ഇനി നമുക്കത് കുറച്ച് ചെരിച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ പൂക്കളും ഇലകളും പ്ലാസ്റ്റിക് കവറുകൾ വെച്ചാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും ഇതുപോലെ ഒന്ന് നിവർത്തിയതിനു ശേഷം വീണ്ടും ചുരുക്കിയെടുക്കുകയാണ്. നമ്മളത് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറെ ഇലകൾ നമ്മളിവിടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്ന ഫ്ലവറിന്റെ താഴെയുള്ള ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോ പൂക്കളായിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ എല്ലാ പൂക്കളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇലകൾ കൂടെ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ ഇലകളായി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ ഇലകളെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.